നമസ്കാരം. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാത്തിരിപ്പും പ്രാർത്ഥനയും വിഫലം. കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. മണിപ്പൂരിൽ അസം അതിർത്തിക്ക് സമീപം ആക്രമണം. CRPF ജവാന് വീരമൃത്യു. ഗസയിൽ സ്കൂളിന് നേരെ ഇസ്രയേൽ ആക്രമണം. മരണം 29ആയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റിൽ കുടുങ്ങി രോഗി. 42 മണിക്കൂർ ആരും അറിഞ്ഞില്ല. അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്ക കിരീടം. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് സ്പെയിൻ യൂറോ കപ്പ് ചാമ്പ്യന്മാർ. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൽ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി. പഴവങ്ങാടി തലകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിലാണ് മൃതദേഹം പൊങ്ങിയത്. റെയിൽവേയുടെ ഭാഗത്തുള്ള കനാലിലാണ് ജോയിയെ കാണാതായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയാണ് തെരച്ചിൽ നടത്തിയിരുന്നത്. റെയിൽവേയുടെ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത്. കാണാതായി 46 മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കനാലിൽ പൊങ്ങിയത്. ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും മൃതദേഹം ജോയിയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഫയർഫോഴ്സ്, NDRF സംഘങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും സ്ഥലത്ത് തിരച്ചിലിനെത്തിയിരുന്നു. ഇന്നത്തെ തിരച്ചിൽ ആരംഭിക്കാനിരിക്കെയാണ് തകരപ്പറമ്പ് ഭാഗത്ത് ഒരു മൃതദേഹം കനാലിൽ കണ്ടെത്തിയെന്ന് വിവരം പുറത്തുവന്നത്. ശുചീകരണ തൊഴിലാളികളാണ് മാലിന്യങ്ങൾക്കിടയിൽ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുന്നുവെന്ന് വിവരം പോലീസിനെ അറിയിച്ചത്. ഉടൻ തന്നെ പോലീസ് സംഘവും ജോയിയുടെ ബന്ധുക്കളും സ്ഥലത്തെത്തി. മൃതദേഹം ജോയിയുടേത് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. തലസ്ഥാനത്തിന് നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനിയായ തോടാണ് ആമഴിയഞ്ചാൻ. ജൂലൈ 13 രാവിലെ 10 മണിയോടെയാണ് മാരായിമുട്ടം സ്വദേശിയായ ജോയിയും മറ്റ് 3 തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്ത് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ തോട്ടിലിറങ്ങിയ മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കാണാതായി. രക്ഷാപ്രവർത്തകർ മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങിത്തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല. റെയിൽവേ പാളത്തിനടിയിലൂടെ തോട് കടന്നു പോകുന്ന തുരങ്ക സമാനമായ സ്ഥലത്ത് മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ വളരെ പ്രയാസപ്പെട്ടാണ് സ്കൂബ ഡൈവിംഗ് സംഘം ഇറങ്ങി തിരച്ചിൽ നടത്തിയത്. എന്നാൽ 2 ദിവസം തിരച്ചിൽ നടത്തിയിട്ടും ജോയിയെ കണ്ടെത്താനായില്ല. ഒടുവിൽ 1.5 കിലോമീറ്ററിനപ്പുറം കനാലിൽ ഇന്ന് രാവിലെ മൃതദേഹം പൊങ്ങുകയായിരുന്നു. ജോയിയുടെ മരണവാർത്തയോട് പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിട്ടുണ്ട്. ജോയിയെ കണ്ടെത്താനായി മനുഷ്യസാധ്യമായ എല്ലാ നടപടികളും എടുത്തെങ്കിലും അതിനെ സാധിക്കാത്തത് ഏറെ ദുഃഖകരമാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജോയിയുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം തോട്ടിൽ വീണ് റെയിൽവേ താൽക്കാലിക ജീവനക്കാരൻ ജോയി മരിച്ച സംഭവത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ സർക്കാർ പരിഹസിക്കുകയാണ് ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ആരോഗ്യരംഗം അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. അലക്കി തേച്ച വടിവത്ത വാക്കുകൾ കൊണ്ട് പ്രതിപക്ഷത്തെ പരിഹസിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നാണ്. എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ ഇത്രന്നാണ്? ഇപ്പൊ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കമാണെന്ന് പറയുന്നു. കോർപ്പറേഷൻ പറയുന്നു റെയിൽവേ ആണ് ചെയ്യേണ്ടത്, റെയിൽവേ പറയുന്നു കോർപ്പറേഷനാണ് ചെയ്യേണ്ടത്. ഇന്ത്യൻ റെയിൽവേയും കോർപ്പറേഷനും തമ്മിൽ തർക്കം വന്നാൽ പരിഹരിക്കാനല്ലേ ഒരു സർക്കാരുള്ളത്? 2 കൂട്ടരുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി പരിഹരിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ആരായിരുന്നു? ഗവൺമെന്റ് ആയിരുന്നു. ഗവൺമെന്റ് അത് ചെയ്തില്ല. ഈ കെടുകാര്യസ്ഥതയാണ് എല്ലാ രംഗങ്ങളിലും കാണാൻ കഴിയുന്നത്. ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താ? മഴക്കാലപൂർവ്വ ശുചീകരണം പരാജയപ്പെട്ടതുകൊണ്ട് എവിടെ മഴ പെയ്താലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. വ്യാപകമായ പകർച്ചവ്യാധികളാണ്. ശുദ്ധജല വിതരണത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടാകുന്നു. പെരുമ്പാവൂരിൽ 10 ദിവസം ആശുപത്രിയിൽ കിടന്ന ആ സ്ത്രീ അഞ്ജന മഞ്ഞപ്പിത്തം മൂലം മരിച്ചു. ആ പ്രദേശം മുഴുവൻ ആളുകൾക്ക് രോഗമാണ്. തിരുവനന്തപുരം മുഴുവൻ പകർച്ചവ്യാധികളാണ്. സംസ്ഥാനത്തിന്റെ അധികാരത്തിന്റെ കേൾക്കാത്ത ഞങ്ങൾ നിയമസഭയിൽ പല തരത്തിലുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം നടത്താതെ ഒരു ചെറിയ മഴ പെയ്താൽ സംസ്ഥാനത്ത് മുഴുവൻ പടർന്നു പിടിക്കുന്നത് ഗവൺമെന്റ് തദ്ദേശ ഞാൻ പറഞ്ഞ നിയമസഭയിൽ എല്ലാം പോലെ നിൽക്കുകയാണ്. അതിൽ കൂടുതൽ എന്ത് വേണം? പകർച്ചവ്യാധികരമായ ഒരു അവസ്ഥയാണ് സംസ്ഥാനം. എലിപ്പനി, മഞ്ഞപ്പിത്തം, അതായത് കുടിവെള്ള സ്രോതസ്സിൽ വരെ ഈ മാലിന്യം കലരുകയാണ്. പ്രവർത്തനങ്ങൾ മുഴുവൻ മാലിന്യക്കാരന്റെ ജീവിതത്തെ എത്ര ദുസ്സഹമായി ബാധിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. PSC കോഴയിൽ പോലീസ് കേസെടുത്ത് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. CPIM PSC കോഴ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 25 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റി അംഗം കോഴ വാങ്ങിയെന്ന് സമ്മതിച്ചിട്ടും
എന്തുകൊണ്ടാണ് പോലീസ് കാഴ്ചക്കാരായി ഇരിക്കുന്നത്? പണം എങ്ങനെയാണ് കൈമാറിയതെന്നും അതിന്റെ ഉറവിടം എന്താണെന്നും വെളിപ്പെടുത്തണമെന്നും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് പ്രതിക്കൂട്ടിലായിട്ടുള്ളതെന്നും കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ വ്യക്തമാക്കി. പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന മുഴുവൻ PSC നിയമനങ്ങളും അന്വേഷിക്കണം. മന്ത്രിമാരുടെയും പാർട്ടി നേതാക്കളുടെയും വിശ്വസ്തനായ ആളാണ് പ്രമോദ് കോട്ടോളി. വലിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും നടത്തുന്ന ആളാണ്. പരാതിക്കാരന്റെ വീട്ടിൽ സത്യാഗ്രഹം ഇരുന്ന് ഭീഷണിപ്പെടുത്തുകയാണ് പ്രതി ചെയ്യുന്നത്. എളമരം കരീമിന്റെയും P മോഹനന്റെയും സ്വന്തം ആളാണ് പ്രമോദ്. നേരത്തെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സ്വന്തക്കാരനായിരുന്നു. ഗുരുതരമായ കേസാണിത്. ഇതിനെ നിയമപരമായി നേരിടാനാണ് BJPയുടെ തീരുമാനം. കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് കോടികളുടെ അഴിമതിയാണ് CPM നേതാക്കൾ നടത്തുന്നത്. KSRTC സ്റ്റാൻഡ് അഴിമതിയിൽ കോടികൾ തട്ടി. കേരളത്തിന്റെ അഭിമാനമായിരുന്ന 300 കോടി രൂപ വിലമതിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ കോംപ്ലക്സ് 30 കോടിക്ക് ഛത്തീസ്ഗഡ് കമ്പനിക്ക് വിൽക്കാനാണ് സർക്കാർ ചെയ്യുന്നത്. മറ്റൊരു പ്രധാന പൊതുമേഖലാ സ്ഥാപനം കോംട്രസ് ഹോട്ടൽ സമുച്ചയമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. തുറമുഖ വകുപ്പിന്റെ കടപ്പുറത്തെ സ്ഥലം CPM നേതാവിന്റെ ബന്ധുവിന് പതിച്ചു നൽകുന്നു. എല്ലാത്തിനും കോഴിക്കോട് നഗരത്തിലെ ഭൂമാഫിയകൾക്ക് പങ്കുണ്ട്. കഴിഞ്ഞ 8 വർഷമായി കേരളത്തിൽ എന്ത് നടക്കുമെന്ന് തീരുമാനിക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയകളാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. CPM ഓഫീസുകളിൽ നിന്ന് കൊടുക്കുന്ന വാർത്ത മാധ്യമങ്ങൾ കൊടുക്കരുതെന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു. പ്രാദേശിക BJP നേതാവിന് കോഴ ഇടപാടിൽ പങ്കുണ്ടെന്ന വാർത്ത CPMന്റെ വ്യാജ പ്രചാരണമാണ്. ഏത് BJP നേതാവിന് പങ്കെന്ന വാർത്തയിൽ കൊടുക്കുന്നവർ വ്യക്തമാക്കണം. CPMന്റെ അജണ്ടയ്ക്ക് മാധ്യമങ്ങളിൽ നിന്ന് കൊടുക്കരുത്. വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും K. സുരേന്ദ്രൻ വ്യക്തമാക്കി. ഞാൻ ചോദിക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പിന്റെ മുമ്പിലല്ല ഈ കേസുള്ളത്. നമ്മുടെ നാട്ടിൽ നിയമവാഴ്ചയില്ലേ? പിണറായി വിജയൻ നേരിട്ട് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുകയാണ്. പിണറായി വിജയന്റെ സണ്ണിലോ ആണ് ഇവിടുത്തെ സൂപ്പർ മുഖ്യമന്ത്രി. അദ്ദേഹം പാർട്ടിക്ക് പരാതി കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഗോവിന്ദ പറയുന്നത് എനിക്കൊരു പരാതി കിട്ടിയിട്ടില്ല. ഈ നാടകമൊക്കെ അങ്ങ് പാർട്ടി ഓഫീസിൽ വെച്ചാൽ മതി. ഇതിപ്പോഴും പാർട്ടിയുടെ പ്രശ്നമല്ല. ഇത് നമ്മുടെ നാട്ടിലെ നിയമവാഴ്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ ധാർമ്മികമായ ഉത്തരം അവർ പറയണ്ടേ? ഇത്രയും ഗുരുതരമായ ഒരു കേസ് കണ്ടെത്തുകയും അതിന്റെ പ്രഭവ കേന്ദ്രം എന്താണെന്ന് കണ്ടെത്തുകയും പണം കൈമാറിയെന്ന് സ്ഥിരീകരിക്കുകയും അഴിമതിയാണെന്ന് സമ്മതിക്കുകയും അതിന്റെ പേരിൽ നടപടിയെടുക്കുകയും ചെയ്തു. PSC നിയമന കോഴയല്ല, ആയുഷിൽ ജോലി കൊടുക്കാനാണെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഞങ്ങളാരും അതൊന്നും അല്ല വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പരാതിക്കാരനോട് ചോദിക്കുമ്പോൾ അങ്ങനെ പറയുന്നത് അല്ല, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ഇതിന് വ്യക്തത വരുത്തുന്നത് ആരാണ് വ്യക്തത വരുത്തുന്നത്? മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ അല്ലല്ലോ. പോലീസല്ലേ ഇതിന് വ്യക്തത വരുത്തുന്നത്. എന്താ അത് അന്വേഷിക്കാത്തത്? നിങ്ങളൊരു സജീവന്റെ പേര് പറഞ്ഞല്ലോ. ഞാൻ കേട്ടത് അയാൾ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ്. അല്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെയല്ലേ ഇവിടെ ഇരുന്ന് അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവരല്ല. അതേക്കുറിച്ചുള്ള അന്വേഷണം വേണ്ടത്. അല്ല, CPM കൊടുത്ത വാർത്തയല്ലേ അത്? CPMന്റെ ക്യാപ്സ്യൂളാണ് അത്. ഞാൻ അതുകൊണ്ടല്ലേ ചാലഞ്ച് ചെയ്തു. BJPയുടെ ഏതെങ്കിലും ഒരു പ്രാഥമിക അംഗത്തെയെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? ബാക്കിയുള്ളവരെ വിടും, നേതാവ് വിടും. ഒരു പ്രൈമറി മെമ്പർഷിപ്പ് ഉള്ള ആളെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മണിപ്പൂരിൽ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു CRPF ജവാൻ വീരമൃത്യു. ഞായറാഴ്ച മണിപ്പൂരിലെ തെക്ക് പടിഞ്ഞാറൻ ജില്ലയായ ജിരിബാമിലായിരുന്നു സംഭവം. അസം അതിർത്തി പ്രദേശമായ ഇവിടെ CRPF ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരർ പതിയിരുന്ന് ആക്രമണം നടത്തുകയായിരുന്നു. ബീഹാർ മധുബാനി സ്വദേശിയായ അജോയ് കുമാറാണ് കൊല്ലപ്പെട്ടത്. CRPFന്റെ മണിപ്പൂർ പോലീസിനെ സംയുക്ത സംഘം തിരച്ചിലിനായി ഇവിടേക്ക് വരുന്നതിനിടെയായിരുന്നു സംഭവം. ആക്രമണത്തിൽ മണിപ്പൂർ പോലീസിലെ 2 ഉദ്യോഗസ്ഥർക്കും 1 പൗരനും പരിക്കേറ്റു. ഇവർ ആസാമിലെ സിൽച്ചാറിയയിലുള്ള ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസുകാർ അപകടനില തരണം ചെയ്തു. 1 മാസത്തിനിടെ സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ടുള്ള 2ാമത്തെ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് ആരോപിച്ച് മണിപ്പൂർ മുഖ്യമന്ത്രി N. ബീരാൻ സിംഗ് കുക്കികളാണ് ആക്രമണത്തിന് പിന്നിലെന്നും കുറ്റപ്പെടുത്തി. ജൂൺ 10 ബിരോൻ സിംഗിന്റെ വാഹനവ്യൂഹത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 1 പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. എന്നാൽ ബിരോൻ സിംഗിന്റെ വാദം തള്ളിക്കളഞ്ഞ കുക്കി വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. അവധിക്ക് നാട്ടിലേക്ക് പോകാനിരിക്കെയാണ് അജയ് കുമാർ വീരമൃത്യു വരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വർഷം മണിപ്പൂരിലുണ്ടായ കലാപത്തിനു ശേഷം ശാന്തമായിരുന്ന ജിരിബാം മേഖലയിൽ ഈയിടെ ആക്രമണങ്ങൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഇതോടെയാണ് CRPF മേഖലയിൽ പരിശോധന ശക്തമാക്കിയത്. തളാപ്പിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ച പോലീസുകാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. AR ക്യാമ്പ് ഡ്രൈവർ K. സന്തോഷ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെട്രോൾ അടിച്ച പണം മുഴുവൻ നൽകാതെ പോകാൻ ശ്രമിച്ച കാറിനെ പമ്പ് ജീവനക്കാരൻ അനിൽകുമാർ തടഞ്ഞതോടെയാണ് ക്രൂരത. സന്തോഷ് കുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു.
വധശ്രമത്തിനാണ് സന്തോഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാൾ പെട്രോൾ അടിച്ചതിന്റെ പണത്തിന്റെ ബാക്കി ഇതുവരെയും ലഭിച്ചിട്ടില്ലെന്ന് പമ്പ് ജീവനക്കാരൻ അനിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. തളിപ്പറമ്പിലെ ഭാരത് പെട്രോൾ പമ്പിലെ സ്വന്തം കാറിലെത്തിയ സന്തോഷ് 2100 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ 1900 രൂപ മാത്രം നൽകിയ സന്തോഷ് ബാക്കി 200 രൂപ നൽകാൻ കൂട്ടാക്കിയില്ല. ബാക്കി പണം ചോദിച്ചപ്പോൾ വാഹനത്തിലടിച്ച പെട്രോൾ തിരിച്ചെടുത്തോ എന്ന് വിചിത്രമായ മറുപടിയാണ് ഇയാൾ നൽകിയതെന്ന് ജീവനക്കാരനായ അനിൽകുമാർ ആരോപിച്ചു. ഇതിനിടെ കാർ മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ അനിൽകുമാർ തടഞ്ഞു. ഇതോടെ കാറിന്റെ ബോണറ്റിലിരുത്തി അനിലുമായി സന്തോഷ് വാഹനം മുന്നോട്ടെടുക്കുകയായിരുന്നു. 600 മീറ്റർ ദൂരം ഇത്തരത്തിൽ സന്തോഷ് കുമാർ കാർ ഓടിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ കാൾടെക്സിലെ പെട്രോൾ പമ്പിലേക്ക് പോലീസ് ജീപ്പ് ഇടിച്ചുകയറ്റിയ കേസിലും സന്തോഷ് പ്രതിയാണ്. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നു. മധ്യ ഗാസയിലെ സ്കൂളിന് നേരെ ഇന്നലെയുണ്ടായ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. ഇവിടെ പാർപ്പിച്ചിരുന്ന അഭയാർത്ഥികളാണ് കൊല്ലപ്പെട്ടതെന്ന് ഹമാസ് വക്താവ് അറിയിച്ചു. ഗാസ സിറ്റിയിൽ പുലർച്ചെയുണ്ടായ 4 ആക്രമണങ്ങളിൽ 17 പേർ കൊല്ലപ്പെടുകയും 50 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. നഗരത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള 4 വീടുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തുന്ന സാഹചര്യത്തിലും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന് ഹമാസിന്റെ വക്താവ് അറിയിച്ചു. അറബ് രാജ്യങ്ങളുടെയും US-ന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളെ തടയാനാണ് തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നതെന്ന് അവർ ആരോപിച്ചു. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 38,584 പാലസ്തീൻകാർ, 88,881 പേർക്ക് പരിക്കേറ്റു. അതേസമയം തെക്കൻ ഗാസയിൽ ഖാൻ യൂനിസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 90 പേർ കൊല്ലപ്പെട്ടു, 300 പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴത്തെ യുദ്ധത്തിനിടയാക്കിയ ഒക്ടോബർ 7 ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹമാസ് മിലിറ്ററി തലവൻ മുഹമ്മദ് ദിയാഫിനെയും ഖാൻ യൂനിസ് ബ്രിഗേഡ് തലവൻ റാഫ് സലാമിനെയും ലക്ഷ്യമിട്ടാണ് ആക്രമിച്ചതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ മരിച്ചവരെല്ലാം സാധാരണക്കാരാണെന്ന് ഗാസ സിവിൽ ഡിഫൻസ് അധികൃതർ പറയുന്നു. വടക്കൻ റാഫ മുതൽ ഖാൻ യൂനിസ് വരെ പാലസ്തീൻ അഭയാർത്ഥികൾ താമസിക്കുന്ന സുരക്ഷിത മേഖലയിലെ അൽ മാവസയിലെ ആക്രമണം ഉണ്ടായെന്നും നരഹത്യയാണെന്നും ഹമാസ് ആരോപിച്ചു. ആക്രമണത്തിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന കൂടാരങ്ങൾ തകർന്നു. ചിന്നിച്ചിതറിയ മൃതദേഹങ്ങൾക്കിടയിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടുന്നവരുടെ ചിത്രങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് 2ാമത്തെ ചരക്ക് കപ്പലെത്തും. മറീൻ അസർ എന്ന ഫീഡർ കപ്പലാണ് കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത്. കപ്പൽ തുറമുഖത്തിന്റെ പുറം കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. ട്രയൽ റണ്ണിന്റെ ഭാഗമായി വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പൽ സാൻ ഫെർണാണ്ടോ ഉച്ചയ്ക്ക് 1 മണിയോടെ തുറമുഖം വിട്ടു. ഇതിനു ശേഷമായിരുന്നു മറീൻ അസറിന്റെ ബർത്തിങ്. സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ആകെ 1930 കണ്ടെയ്നറുകളാണ് തുറമുഖത്തിറക്കിയത്. ഇതിൽ 607 കണ്ടെയ്നറുകൾ തിരികെ കപ്പലിലേക്ക് കയറ്റി റീപൊസിഷൻ ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിനുശേഷമാകും കപ്പലിന്റെ മടക്കം. ട്രയൽ റണ്ണായതിനാൽ വളരെ സാവകാശമായിരുന്നു കണ്ടെയ്നറുകൾ ഇറക്കിയതും കയറ്റിയതും. വ്യാഴാഴ്ചയാണ് കപ്പൽ വിഴിഞ്ഞത്തെത്തിയത്. ട്രയൽ റണ്ണിനായി വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലുകൾ എത്തുമ്പോൾ വാനോളം പ്രതീക്ഷകളാണ് ഏവർക്കും. വിഴിഞ്ഞം കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഗതി മാറ്റിമറിക്കും. ഇന്ത്യയിലേക്കുള്ള കപ്പൽ വഴിയുള്ള ചരക്ക് ഗതാഗതമേറെയും സിംഗപ്പൂരും കൊളംബിയയും വഴിയാണ്. കൂറ്റൻ ചരക്കുകൾ അവിടെ നിന്ന് ഫീഡർ കപ്പലിലൂടെ രാജ്യത്തെത്തിക്കുന്നത് വഴിയുള്ള സമയനഷ്ടവും ധനനഷ്ടവും ഇനി പഴങ്കഥയാവും. വിഴിഞ്ഞത്ത് മദർഷിപ്പുകൾ നേരിട്ടെത്തിക്കും. വിഴിഞ്ഞം വഴി ചരക്കുകൾ മറ്റിടങ്ങളിലേക്കും പോകും. അന്താരാഷ്ട്ര കപ്പൽചാലിനടുത്ത് ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞം തുറമുഖ സർക്യൂട്ടിലെ നിർണായക കേന്ദ്രമാകും. ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാക്കുന്ന ഈ വർഷം തന്നെ അടുത്ത ഘട്ടവും തുടങ്ങും. അദാനി പൂർണ്ണമായും പണം മുടക്കുന്ന 2ാം ഘട്ടം 2028-ൽ തീർക്കും. 4 വർഷം കൊണ്ട് 96,000 കോടിയുടെ നിക്ഷേപമാണ് കേരളത്തേക്ക് വരുന്നത്. പക്ഷേ റോഡ് റെയിൽ കണക്ടിവിറ്റിയാണ് പ്രശ്നം. സ്ഥലമേറ്റെടുക്കൽ കടമ്പ, തുറമുഖം മുന്നിൽ കണ്ടുള്ള റിംഗ് റോഡ് പദ്ധതികളും ഒന്നുമായില്ല. കമ്മീഷൻ ചെയ്ത് 15ാം വർഷം മുതൽ ലാഭമാണെന്ന കണക്ക്. വളരെ വൈകിയെങ്കിലും ഒടുവിൽ കപ്പലെത്തുമ്പോൾ ബാക്കി പ്രതിസന്ധികളും മറികടന്നുള്ള കുതിപ്പാണ് കാത്തിരിപ്പ്. മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ 2 ദിവസം രോഗി കുടുങ്ങിക്കിടന്നു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഉള്ളൂർ സ്വദേശി രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കുടുങ്ങിയത്. രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ വിവരം ആരും അറിഞ്ഞില്ല. തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെ ലിഫ്റ്റിൽ കുടുങ്ങിയ നിലയിൽ രവീന്ദ്രൻ നായരെ കണ്ടെത്തുകയായിരുന്നു. 2 രാത്രിയും 1 പകലുമാണ് രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കുടുങ്ങിയത്. ശനിയാഴ്ച രാവിലെയാണ് നടുവേദനയ്ക്ക് ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൽ രവീന്ദ്രൻ നായർ എത്തിയത്. ഡോക്ടറെ കണ്ട് ചികിത്സയുടെ രേഖകൾ എടുക്കാൻ വേണ്ടി വീട്ടിൽ വന്ന ശേഷം രവീന്ദ്രൻ നായർ തിരികെ വീണ്ടും ആശുപത്രിയിലെത്തി. തുടർന്ന് 1ാം നിലയിലേക്ക് പോകാൻ വേണ്ടി രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കയറിയ സമയത്താണ് ലിഫ്റ്റ് പ്രവർത്തനരഹിതമായത്. മുകളിലേക്ക് ഉയർന്ന ലിഫ്റ്റിന്റെ പ്രവർത്തനം പൊടുന്നനെ നിലയ്ക്കുകയായിരുന്നു. ലിഫ്റ്റിലുണ്ടായിരുന്ന അലാം സ്വിച്ച് നിരവധി തവണ അമർത്തിയെങ്കിലും ആരും വന്നില്ല. ലിഫ്റ്റിലുണ്ടായിരുന്ന ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ആരും ഫോൺ എടുക്കുകയും ചെയ്തില്ല.
കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ നിലത്ത് വീണ് പൊട്ടിയതിനാൽ ആരെയും വിളിക്കാനും രവീന്ദ്രന് സാധിച്ചില്ല. അതേസമയം രവീന്ദ്രൻ നായരെ കാണാതായോടെ കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് ഇന്ന് രാവിലെ ഓപ്പറേറ്ററെത്തി ലിഫ്റ്റ് തുറന്നപ്പോഴാണ് അവശനിലയിൽ കിടക്കുകയായിരുന്ന രവീന്ദ്രൻ നായരെ കണ്ടത്. ലിഫ്റ്റിന് മുന്നേ തകരാറുണ്ടായിരുന്നുവെന്നാണ് ഓപ്പറേറ്റർ പറയുന്നത്. എന്നാൽ തകരാറുള്ള ലിഫ്റ്റിന് മുന്നിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നില്ല എന്ന് രവീന്ദ്രൻ നായരുടെ കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് രവീന്ദ്രൻ നായരുടെ കുടുംബം. രവീന്ദ്രനെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. രക്തസമ്മർദ്ദം സംബന്ധിച്ച ബുദ്ധിമുട്ടുകളില്ലാത്ത അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ ആരോഗ്യമന്ത്രി ആശുപത്രി അധികൃതരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സെക്യൂരിറ്റി ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു. കയ്യിൽ നിന്ന് മൊബൈൽ വീഴുന്ന പോയി പൊട്ടി ഇങ്ങനെ ഞാൻ കാണുന്ന 0471-252-8474 ഇതിൽ വിളിച്ചുകൊണ്ടിരുന്നു. കുറേ നേരം വിളിച്ചുകൊണ്ട് പിന്നെ ഞാൻ 5 മിനിറ്റ് കാർ അടിച്ചുകൊണ്ടിരുന്നു. പെൻസിൽവേനിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ച് വെടിയേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രചാരണ രംഗത്തേക്ക് തിരികെ എത്തി മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ്. പ്രചാരണത്തിനായി മിൽവോക്കിലേക്ക് ട്രംപ് എത്തിയതായി മകൻ എറിക് ട്രംപ് അറിയിച്ചു. ട്രംപ് ഫോഴ്സ് 1 എന്ന അദ്ദേഹത്തിന്റെ വിമാനം മിൽക്കോവിൽ ലാൻഡ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്ത ശേഷമാണ് ട്രംപ് പ്രചാരണ രംഗത്തേക്ക് എത്തിയതായി എറിക് സ്ഥിരീകരിച്ചത്. തന്റെ പ്രചാരണത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ ട്രംപ് അറിയിച്ചിരുന്നു. അതേസമയം മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് US രഹസ്യാന്വേഷണ വിഭാഗവും FBI-യും. US പ്രസിഡന്റിന്റെയും മുൻ പ്രസിഡന്റുമാരുടെയും സുരക്ഷാ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചുമതലയാണ്. ട്രംപ് പ്രസംഗിച്ചിരുന്ന വേദിയിൽ നിന്ന് 140 മീറ്റർ മാത്രം അകലെയുള്ള കെട്ടിടത്തിൽ നിന്നാണ് അക്രമി വെടിയുതിർത്തത്. കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് അക്രമി നിരവധി തവണ വെടിതീർക്കുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പെൻസിൽവേനിയയിലെ ബെതൽ പാർക്ക് സ്വദേശിയായ തോമസ് മാത്യു ക്രൂക്കാണ് വെടിവെച്ചതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും സുരക്ഷ ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇയാൾ എങ്ങനെ തോക്കുമായി എത്തിയെന്നും കെട്ടിടത്തിന്റെ മേൽക്കൂരയിലേക്ക് കയറിയെന്നുമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. പ്രചരണവേദിക്ക് സമീപത്തെ കെട്ടിടങ്ങളെല്ലാം രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സ്നൈപ്പർ നിരീക്ഷണത്തിലായിട്ടും അക്രമി ഇവിടെ നിന്ന് വെടിയുതിർക്കുന്ന എന്തുകൊണ്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും ചിലർ ചോദിച്ചു. വിഷയത്തിൽ US പ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ രഹസ്യാന്വേഷണ വിഭാഗത്തോടും FBI-യോടും വിശദീകരണം തേടിയിട്ടുണ്ട്. അതിനിടെ പ്രസിഡന്റ് ജോ ബൈഡൻ വീണ്ടും രാജ്യത്തെ അഭിസംബോധന ചെയ്തു. രാഷ്ട്രീയം ഒരിക്കലും യുദ്ധക്കളമാക്കരുതെന്നും ബൈഡൻ ആവശ്യപ്പെട്ടു. USന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് ജനങ്ങളാണ്. ഒരക്രമി വിചാരിച്ചാൽ അതിനെ മാറ്റിമറിക്കാനാകില്ല. രാജ്യത്ത് ഇത്തരം ആക്രമണങ്ങൾക്ക് സ്ഥാനമില്ലെന്നും ബൈഡൻ ആവർത്തിച്ചു. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടായിരിക്കും. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുമുണ്ട്. വടക്കൻ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെയായി ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. പശ്ചിമ ബംഗാളിനും ജാർഖണ്ഡിനും ഒഡീഷയ്ക്ക് മുകളിലായി ചക്രവാത ചുഴിയുമുണ്ട്. കേരള തീരത്ത് പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയാണ്. ഇതിന്റെ സ്വാധീന ഫലമായാണ് മഴ തുടരുന്നത്. അടുത്ത 5 ദിവസം അതിശക്തമായ മഴ പ്രവചിച്ചിരിക്കുന്നതിനാൽ മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കണം. കടലാക്രമണം ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും തിങ്കളാഴ്ച രാത്രി 11:30 വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതായി ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകി. തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.